أن محمدا عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة صدق الله مولانا الكريم ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബത്തല നമ്മുടെ മാതാപിതാക്കളൊക്കെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഭാര്യ മക്കളെയും ഒക്കെ എല്ലാവിധ ബലാഗ് മുസീബത്തുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹുത്തല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മളിപ്പോൾ ഈ ഓതിയ ആയത്ത് ഇന്നല്ലദീന കാലു റബ്ബുനല്ല, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുത്താല പറയുന്നു, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഒരുത്തൻ. ഖാലു റബ്ബുനല്ല, അവർ പറഞ്ഞു ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ, സുമ്മസ്തക്കാമു, അത് പ്രഖ്യാപിക്കുകയും സുമ്മസ്തക്കാമു എന്നിട്ട് അതിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുകയും ചെയ്താൽ, ഇസ്തിഖാമത്തിലായാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കാൻ പോകുന്ന നേരത്ത് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ദുഃഖിക്കേണ്ട, വരാൻ പോണ കാര്യങ്ങളെപ്പറ്റി പേടിക്കുകയും വേണ്ട എന്ന് അല്ലാഹുത്താല അവരോട് പറയും. അത്ര ഭാഗ്യവാന്മാരാണ് അവർ. പക്ഷെ അവർ ചെയ്യേണ്ട പണി എന്താ? ഖാലു റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുക എന്നതാണ്. ഇതാണ് ഒരാൾ മുഅ്മിനാകാനുള്ള അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം. അൽ ഈമാനു അൻ തൂമിന ബില്ലാഹി, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദിക്റുകളിലൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്, റളീനാ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, ദീനിനെ മതമായി, മതത്തെ ഇസ്ലാമിനെ മതമായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് നബിയെ നബിയായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ, മനസാ വാചാ കർമ്മണ അംഗീകരിച്ചാൽ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹുത്തആല നമ്മളെയൊക്കെ യഥാർത്ഥ മുഅ്മിനുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും പഠിപ്പിച്ച ഇസ്ലാം. ഇതാണ് സ്വഹാബത്ത്, ഇതാണ് താബീകൾ, ഇതാണ് താബീകൾ, ശേഷം വന്ന മദ്ഹബിന്റെ ഇമാമുകളൊക്കെ ഈ വിശ്വാസത്തിലാണ്. ഖാലു റബ്ബുനല്ലാ, അവരൊക്കെ അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവരാണ്. പക്ഷെ ഇസ്ലാമിന്റെ 900 വർഷം കഴിഞ്ഞപ്പോൾ, റസൂലുള്ളാഹി തങ്ങൾ കഴിഞ്ഞ 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടും കഴിഞ്ഞ് 900 വർഷങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞവരൊക്കെ മുശ്രിക്കുകളാണ്. വളരെ ശ്രദ്ധിക്കണം, അപകടകരമായൊരു ചിന്തയത്. പിന്നെ വന്നിട്ട് 900 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വിഭാഗം വന്നിട്ട് പറയുക, അള്ളാഹു ഞങ്ങളുടെ റബ്ബാന്ന് അംഗീകരിച്ച ഒരു മുഅ്മിനല്ല, അവരൊക്കെ മുശ്രിക്കാണ് എന്നാ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? 900 കൊല്ലം വരെ ഇവരൊക്കെ മുഅ്മിനീങ്ങളായിരുന്നു, നബിയും സഹാബത്തും താബികളും താബികളൊക്കെ. 900 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറയാണ്, ഇത് തൗഹീദായിട്ടില്ല, ഇവർക്ക് തൗഹീദില്ല. നബിക്കും സഹാബാക്കൾക്കും ഖാലു റബ്ബുനല്ലാ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്തില്ല? തൗഹീദില്ല. അവർക്ക് തൗഹീദുർ റുബൂബിയത്തേ ഉള്ളൂ, തൗഹീദുൽ ഉലൂഹിയത്തില്ല, തൗഹീദുൽ ദാത്തി വൽ അസ്മാഇ വസിഫാത്തി ഇല്ല. മനസ്സിലാവുണ്ടോ? 900 കൊല്ലം കഴിഞ്ഞപ്പോൾ തൗഹീദിനെ 3 ഓഹരി വെച്ചു. ഒന്ന് തൗഹീദുർ റുബൂബിയത്താണത്രേ, രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയത്താണത്രേ, മൂന്നാമത്തേത് തൗഹീദുൽ ദാത്തി വൽ സിഫാത്തി വൽ അസ്മാഇ ആണത്രേ. അപ്പൊ ഒന്നാമത്തെ തൗഹീദ് അവർക്കൊക്കെ ഉണ്ട്, രണ്ടാമത് പറഞ്ഞ തൗഹീദുൽ ഉലൂഹിയത്ത് ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച മുമ്പ് പറഞ്ഞ അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി, അഊദു ബില്ലാഹി പറയേണ്ടോടത്ത് അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി പറഞ്ഞവർക്ക് എന്തില്ല? തൗഹീദുൽ ഉലൂഹിയത്തില്ല. അവർക്ക് എന്തേ ഉള്ളൂ? തൗഹീദുർ റുബൂബിയത്ത് ഉണ്ട്, അല്ലാഹ് റബ്ബാണ് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ കലിമാത്തുല്ലാഹിയോട് കാവല് തേടിയതോടുകൂടി അവരൊക്കെ മുശ്രിക്കുകളായി എന്ന് 900 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വന്ന് പറയുന്നത്. ഇവിടെ കൊണ്ട് നിർത്തിയില്ല. അള്ളാന്റെ റസൂൽ ഈ തൗഹീദിന്റെ വിഭജനം നടത്തിയിട്ടില്ല, സഹാബാക്കൾ ആരും പറഞ്ഞിട്ടില്ല, താബികളോ താബികളോ തൗഹീദുർ റുബൂബിയത്ത്
തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദുൽ അസ്മായി വ സിഫാത്ത്, അങ്ങനെ കുറെ ഉണ്ട്. പുതിയ എങ്ങനെ ഉണ്ടാകുക? ഇതൊന്നും ആര് പറഞ്ഞിട്ടില്ല? പൂർവികരായ ഇമാമുകൾ ആരും ചർച്ച ചെയ്തതല്ല. എന്ന് മാത്രമല്ല, അവർ ചെയ്ത പരിപാടി എന്താ അറിയോ? ആ തൗഹീദ് എന്ന് പറയുന്ന പ്രവൃത്തി, തൗഹീദാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ തൗഹീദിനെ തന്നെ അവരങ്ങ് മാറ്റി. ഇത് വിശ്വാസപരമായൊരു കാര്യമേ അല്ല തൗഹീദ്, അതൊരു കർമ്മപരമായ പ്രവൃത്തിയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ്. പക്ഷെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത് യഅലം അന്ന തൗഹീദ ഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു ബിൽ ഇബാദത്തി, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ചെയ്യുക എന്നതാണ് തൗഹീദ്. അപ്പൊ ഈ ചെയ്യലാണ് തൗഹീദ്, വിശ്വസിക്കലല്ല തൗഹീദ് എന്നാണ് ആര് പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് പറഞ്ഞത് വിശ്വാസപരമായ കാര്യം തന്നെ അല്ലാതാക്കി അതിനൊരു പ്രവൃത്തിപരമായ കാര്യമാക്കി ഇയാൾ മാറ്റി. അത് അയാളുടെ കശ്ഫു തശ്ബീഹാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? അൽ ഇസ്ലാമു അലാനിയത്തുൻ, ഇസ്ലാം എന്ന് പറയുന്നത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന അമലുകളാണ്. പക്ഷെ വൽ ഈമാനു, ഈമാൻ എന്ന് പറയുന്നത് പ്രകടിപ്പിക്കുന്നതല്ല, അത് കൽബിലാണ്. ഫിൽ ഖൽബ്, മനസ്സിലാണ് ഈമാൻ ഉണ്ടാവേണ്ടത്. അപ്പൊ തൗഹീദ് എവിടെയാണ് ഉണ്ടാവേണ്ടത്? കൽബിൽ ഉണ്ടാവണം. വിശ്വാസം കൽബിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. അതാണ് മുസ്ലിമീങ്ങളുടെ തൗഹീദ്. മുസ്ലിങ്ങളും വഹാബികളും തമ്മിലുള്ള വ്യത്യാസം ആരംഭിക്കുന്ന ഇവിടെയാണ്. അള്ളാന്റെ മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചു എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹു തആല ദാത്ത് കൊണ്ടും സിഫാത്ത് കൊണ്ടും ഏകനാണ് എന്ന് ഞാൻ എഴുത്തക്കതുഹു, ഞാൻ കരുതി ഉറപ്പിച്ചു എന്നാണ് തൗഹീദ്. അതെവിടെ ഉണ്ടാകുക? കരുതി ഉറപ്പിച്ചത് നാക്കിലല്ല, കയ്യിലും കാലിലും കരുതി ഉറപ്പിക്കൽ ഉണ്ടാവൂല. അത് മനസ്സിലുണ്ടാവേണ്ട ഒരു ഈമാനാണ് എന്ന് ഫത്തുഹുൽ ബാരി 13-ാമത്തെ വാള്യം 344-ാമത്തെ പേജിൽ പറയുന്നു. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യ. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. തൗഹീദ് എന്ന് പറഞ്ഞാല് ഇഅ്തിഖാദാണ്. അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹു തആല ദാത്ത് കൊണ്ടും സിഫത്ത് കൊണ്ടും ഏകനാണ്. അള്ളാഹിനെ പോലെ വേറൊരു ദാത്തും ഇല്ല, അള്ളാഹിനെ പോലെ വേറൊരു സിഫത്തും ഇല്ല. അള്ളാഹു കേൾക്കുന്നവനാണ്, ഞാനും കേൾക്കുന്നവനാണ്. പക്ഷെ എന്റെ കേൾവി ആര് തന്ന കേൾവിയാണ്? അള്ളാഹ് തന്ന കേൾവിയാണ്. അള്ളാഹിന്റെ കേൾവിയോ ആരും കൊടുത്ത കേൾവിയല്ല. ചെവിയിലൂടെ കേൾക്കുന്നവനല്ല, കണ്ണില്ലാതെ കാണുന്നവനാണ്, ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചാണ്. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. പക്ഷെ വഹാബികളുടെ വിശ്വാസം ധരിച്ച ശിർക്കാണ്, കുഫ്റാണ്. അവര് പറയുന്നത് തൗഹീദ് എന്ന് പറയുന്നത് വെറും ഒരു കർമ്മപരമായ പ്രവൃത്തി മാത്രമാണ്. തൗഹീദിനെ വിശ്വാസം അല്ലാതാക്കി എന്ന് മാത്രമല്ല, ഇബാദത്ത് എന്ന് പറയുന്ന ഏർപ്പാടിനെ തന്നെ ഇബാദത്താണ് തൗഹീദ് എന്ന് പറഞ്ഞെങ്കിലും ആ ഇബാദത്ത് നമ്മൾ പറയുന്ന ഇബാദത്തല്ല, അവരുടെ ഇബാദത്ത്. ചില വാക്കുകൾക്ക് ചില നാട്ടിൽ വേറെ വേറെ അർത്ഥം ഉണ്ടാവും. ഒരു തൃശ്ശൂക്കാരൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊല്ലത്ത് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കുറെ സാധനങ്ങളുമായിട്ട് പോയൊരു കഥയുണ്ട്. അല്ലെ, ഗൾഫുകാരെങ്ങനെ വരുമ്പോൾ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടോ, ഒരു റൂമിൽ താമസിക്കുന്ന കൊടുത്തയക്കും. അപ്പൊ തൃശ്ശൂർക്കാരനാണ് ഇവൻ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നാൽ ഭയങ്കര സ്വീകരണമായിരിക്കുമല്ലോ, ഭർത്താവിന്റെ കൂട്ടുകാരനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ഇവൻ ആ കോട്ടയത്ത് പോയിട്ട് ആ വീട്ടിൽ എത്തിയ നേരത്ത് ആ സ്ത്രീ അലക്കുകയാണ്, അവന്റെ ഭാര്യ അലക്കുകയാണ്. ഒരു 8-10 വയസ്സായൊരു കുട്ടി അവിടെ ഉണ്ട്, ഒരു ആൺകുട്ടി. ആ ആൺകുട്ടി ഓടിപ്പോയി പറഞ്ഞു അമ്മനോട്, അച്ഛന്റെ കൂട്ടുകാരനാണ് അത്ര ഒരാൾ വന്നിരിക്കണു പറഞ്ഞു. അങ്ങനെ വിളിച്ചു വരുത്തി. അപ്പൊ അമ്മ വന്നിട്ട് എളുപ്പം കുടിക്കാൻ വേണ്ടി വെള്ളം, ജ്യൂസൊക്കെ കലക്കി ഉണ്ടാക്കി, രസിനെയൊക്കെ കലക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇഞ്ഞും വേണമെങ്കിൽ അപ്പി കലക്കി തരും എന്ന് പറഞ്ഞു. ആര്? അമ്മ. തൃശ്ശൂർക്കാരനിക്ക് അപ്പി പറഞ്ഞ എന്താ സാധനം നമുക്കൊക്കെ അറിയാലോ. കുട്ടികൾക്ക് മറക്കിടുന്നതിനാണല്ലോ അപ്പി എന്ന് പറയാം. പക്ഷെ അവിടെ അപ്പി എന്ന് പറഞ്ഞ ആരാ? കുട്ടി എന്നാണ് അർത്ഥം. ഇഞ്ഞും വേണമെങ്കിൽ ആരെടുത്തോണ്ട് തരും? അപ്പി ചെക്കൻ എടുത്തോണ്ട് തരുന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഇപ്പം മനസ്സിലാക്കി എന്ത്? ഇവിടെ എന്നെ അവഹേളിച്ചതാണ്, മാനം കെടുത്തിയതാണ്. അപ്പി കലക്കി തരുന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പതുക്കെ ഇറങ്ങി. അപ്പൊ വാക്കുകളുടെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. രണ്ട് വാക്ക് അപ്പി തന്നെ.
പക്ഷെ അവിടെ പുന്നാര മോനാണെന്ന് അപ്പിന്റെ അർത്ഥം. ഇവിടെ പറയുന്നത് വേറെ അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ ഇവര് പറയുന്ന ഇബാദത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമ്മളൊന്ന് കേട്ടോക്കണം. തഅ്ലീമു ശൈഇ അലാ ഇഅ്തിഖാദി തഅ്സീരിഹിൽ ഗൈബി. ഉമർ മൗലവി, വെളിയങ്കോട് ഉമർ മൗലവി എന്ന് പറഞ്ഞ മുജാഹിദ് സ്ഥാപകൻ കേരളത്തിലെ, അയാളുടെ സൽസബീൽ മാസികയിൽ എഴുതിയ നിർവചനമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ. നമ്മൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാമുകളൊക്കെ ഇക്കാലം വരെയുള്ള 1400 കൊല്ലക്കാലം ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇബാദത്ത് എന്ന് പറഞ്ഞാല് പടച്ച തമ്പുരാനെ പറ്റിയുള്ള അക്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി, വിനയത്തിന്റെയും താഴ്മയുടെയും അങ്ങേ അറ്റം ആരോടാണോ കാണിക്കുക അവനോട് കാണിക്കുന്ന വിനയത്തിനാണ് ഇബാദത്ത് എന്ന് പറയാ. അങ്ങേ അറ്റത്തെ അനുഗ്രഹം ചെയ്തവനോട് കാണിക്കുമ്പോഴേ അത് അങ്ങേ അറ്റത്തെ ആവൂ. അതുകൊണ്ട് അള്ളാഹിനോട് കാണിക്കുന്ന വിനയത്തിനും താഴ്മയ്ക്കുമാണ് ഇബാദത്ത് എന്ന് പറയാന്നാണ് പൂർവികരായ ഇമാമുകൾ മുഅ്തസിലത്തുകൾ അടക്കം പഠിപ്പിച്ചത്. പക്ഷെ ഇയാള് പറഞ്ഞെന്താ, ഒരു 100 കൊല്ലം മുമ്പ് ഇയാള് പറയാ തഅ്ലീമു ശൈഇ അലാ ഇഅ്തിഖാദി തഅ്സീരിഹിൽ ഗൈബി, മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊരു വസ്തുവിനെ ആദരിക്കലാണ്. മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചു കൊണ്ടൊരു വസ്തുവിനെ ആദരിക്കുന്നതിനാണ് എന്ത് പറയാ, ഇബാദത്ത് എന്ന് പറയാ. അപ്പൊ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ എണിച്ചു നിന്നിട്ടില്ലെങ്കിൽ അടി കിട്ടും. അപ്പൊ ഈ കുട്ടി അടി കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു, ഈ കുട്ടി എണിച്ചു നിന്നാലോ എന്തായി, ആ ടീച്ചർക്കുള്ള ഇബാദത്തായി. കാരണം ഉപദ്രവവും ഉപകാരവും പേടിച്ചിട്ടാണല്ലോ ആ ചെയ്യണത്. അങ്ങനെ വന്നാൽ ഇബാദത്താകും. അല്ലെങ്കിൽ ഒരു നാട്ടിലെ കാര്യപ്പെട്ട ഒരാളാണ്, ഒരു പോലീസ് ഓഫീസറാണ്, തീപ്പൊരി പോലെ പാറുന്ന ഒരു SI ആണ്. അയാളെ കണ്ടപ്പോൾ അവൻ ചായക്കടി ഇരിക്കുന്നു, കണ്ടപ്പോൾ എണിച്ചു നിന്നു. അപ്പൊ എന്തായി, അയാളിന്ന് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാണല്ലോ ഇവൻ എണിച്ചു നിൽക്കണത്. മറഞ്ഞ വഴിക്കോ അല്ലാത്ത വഴിക്കൊക്കെ ഉപകാരം ഉപദ്രവോ പേടിക്കുക. എന്നാ എന്തായി, അത് ഷിർക്കാവും എന്നാണ് ഉമർ മൗലവി എന്ന് പറയുന്ന ഇയാള് എഴുതി വെച്ചിരിക്കുന്നത്, സൽസബീലിൽ എഴുതിയത്. അപ്പൊ ഈ തൗഹീദ് എന്ന് പറയുന്നത് വേറെയാണ്. മുസ്ലിങ്ങളുടെ തൗഹീദ് അവർ അംഗീകരിക്കുന്നില്ല. അതേപോലെ മുസ്ലിമീങ്ങൾ ഇബാദത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അതേപോലെയുള്ള ഏതേത് കാര്യങ്ങൾ നോക്കിയാലും ദീനിനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വായി തോന്നിയത് പറഞ്ഞിട്ട് പൂർവികരാരും പറയാത്ത 900 കൊല്ലം കാലം ജീവിച്ച മുസ്ലിമീങ്ങളെ മുഴുവൻ ഇവരെന്താക്കി, മുശ്രിക്കാക്കി. അവര് മുഴുവൻ മുഅ്മിനാണെന്ന് പ്രഖ്യാപിക്കേണ്ട, തെളിയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? നമുക്കില്ലേ? നമ്മൾ അവരെ ന്യായീകരിക്കേണ്ടവരാണ്. പക്ഷെ ഇവർ ചെയ്തത് എന്താ, അവരെ മുഴുവൻ മുശ്രിക്കാക്കി. എത്ര വലിയ അക്രമമാണ് ഈ ചെയ്തത്. ഇത് അക്രമമാണ്. അവര് മുഅ്മിനീങ്ങളായിരുന്നു, പൂർവികരൊക്കെ പഴച്ചവരല്ല എന്ന് പറയേണ്ട ബാധ്യത മാത്രമാണ് നമ്മക്കുള്ളത്. അത് പറയലും പ്രചരിപ്പിക്കലും അത് ഏറ്റെടുത്ത് പറയലും നമ്മുടെ ബാധ്യതയാണ്. അത് പറയാതിരുന്നാൽ തെറ്റാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുടുസായ മതമല്ല. ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി ഓരോന്ന് കയറ്റി കൂട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞാലും ചിർക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞാലും ചിർക്ക്. തൃശ്ശൂർ ടൗണിലൂടെ പോയാൽ തൃശ്ശൂർ ടൗണിൽ ബസ്സിൽ ഒന്ന് റൗണ്ട് അടിച്ചാൽ എന്താവും, ചിർക്കാവൂല്. അമ്പലത്തിനല്ലേ ഈ വലം വെക്കണത്. തൃശ്ശൂർ റൗണ്ടിന് നടുവിൽ എന്താ ഉള്ളത്? അമ്പലമാണ് ഉള്ളത്. ആ അമ്പലത്തെ റൗണ്ട് വലം വെക്കാതെ തൃശ്ശൂർ അങ്ങാടിന്ന് കഴിച്ചിലാകാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ലേ അവിടുത്തെ റോഡിന്റെ വൺ വേ. അങ്ങനെ ഒരാൾ അവിടെ പോയി പെട്ടവൻ എന്തായി, അവൻ മുശ്രിക്കാവും. കാരണം ആ അമ്പലത്തിനെ വലം വെക്കണത്. ഇങ്ങനത്തെ ഒരു കുടുസായ മതമാക്കിയിട്ട് ഇസ്ലാമിനെ വികൃതമാക്കി പൂർവികരായ മുഅ്മിനീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കിയ മഹാപാപികളാണ് ഈ വഹാബികള്, മുജാഹിദുകൾ എന്ന് പറയുന്ന വിഭാഗം. അല്ലാഹു തആല നമ്മളോട് പറയുന്നത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇന്നദ്ദീന യുസ്റുൻ, ഇസ്ലാം എന്ന് പറയുന്ന മതം എളുപ്പമാണ്, അത് ഞെരുക്കമല്ല. ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞാലും സിർക്ക്, പഠിച്ചോനേന്ന് റബ്ബേ മൊയ്തീൻ ശൈഖേ ബാപ്പേ അമ്മേ കാലെവിടേക്ക് വെച്ച് കുത്തി വീഴാൻ പോയപ്പോ എൻ്റെ അമ്മേന്നെങ്ങാനും വിളിച്ചാൽ എന്തായി, സിർക്കായി. ഉമ്മാനെ വിളിച്ചു. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? റസൂലുള്ളാഹി. എന്റെ റസൂലേ മുത്ത് നബിയേ എന്നെങ്ങാനും പറഞ്ഞു പോയാൽ എന്തായി, മുശ്രിക്കായി. ഇങ്ങനെ ലോകത്തുള്ള പൂർവികരായ കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കുന്ന ഈ വൃത്തികേട് ഇസ്ലാമിലുള്ളതല്ല. ഇസ്ലാം അങ്ങനെ ഒരു കുടുസിന്റെ മതമല്ല, ഒരു വൈകൃതത്തിന്റെ മതമല്ല, മനുഷ്യരെ കൊടുക്കുന്ന മതമല്ല. വലയുഷാദ്ദീന അഹദുൻ ഇല്ലാ ഗലബ.
ദീനിലില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ദുർവ്യാഖ്യാനം നടത്തി അതിന് കടുപ്പം കൂട്ടിയവരൊക്കെ പരാജയപ്പെടുകയും ദീൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഷഫീഉന റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത് കാണാം. ഇവിടെയാണ് നമ്മളിപ്പോൾ ഓരോ ചിന്തകന്മാരും ഓരോ പുതിയ 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 പരിഷ്കാരികളൊക്കെ പ്രസംഗിക്കുന്നത് എഴുതുന്നൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പം ഇന്നലെ E.T. മുഹമ്മദ് ബഷീർ എംപിൻ്റെ ഒരു പ്രസംഗം കേട്ടു. ഞാൻ പഴയ പ്രസംഗമാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ മൊറയൂർ ജോലി ചെയ്യുന്ന കാലത്ത് അയാളുടെ അമ്മായി മരിച്ചപ്പോൾ, അയാളുടെ അമ്മായി മൊറയൂരുണ്ടായിരുന്നു. അമ്മായി മരിച്ച 7-ൻ്റെ അന്ന് ദിക്റിന് ഇയാൾ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പം ഞാനിങ്ങനെ മൗലവിമാരിങ്ങനെ ഇരിക്കേണ്ട നേരെ എതിരെ അപ്പുറത്തെ വരിയിലാണ് ഇയാൾ വന്നിരുന്നത്. അന്ന് അവിടെ ഷറഫല്ലന മൗലൂദ് ഓതിയിട്ടാ, പിന്നെ കുറച്ച് ദിക്റിയല്ല. അപ്പം ഞാൻ ആദ്യത്തെ ഹദീസ് ഓതി, രണ്ടാമത്തെ ഹദീസ് ഇയാൾ ഞാൻ കൊടുത്തൊന്നുമില്ല, ഇയാൾ മൗലൂദ് കിതാബ് വലിച്ചു വെച്ചിട്ട് ഇയാൾ അങ്ങോട്ട് ഓതി. ഷറഫല്ലനാം ഇയാൾ ഓതി, നന്നായിട്ട് ജവാബും ബൈത്തും ഒക്കെ ചെല്ല അയാൾക്ക് കിട്ടും. മൗലൂദൊക്കെ ഉസ്താറായിട്ട് ഓതാൻ കൂടിയ ആളാണ് അയാൾ. ഇപ്പം അയാൾക്ക് അങ്ങോട്ട് വഹാബിസം തലയിൽ കയറിയിരിക്കുക. എന്നിട്ടിപ്പോൾ ഇയാൾ പറയണെന്താ, ഈ ഷിർക്കിനെ നമ്മൾ എന്തിനാ ന്യായീകരിക്കണത്? നമുക്കെന്താ അതുകൊണ്ടൊരു നേട്ടമുള്ളത്? ഷിർക്ക് ഏറ്റവും വലിയ തെറ്റല്ലേ, അതിനെ നമ്മൾ ന്യായീകരിക്കല്ലോ വേണ്ടത്, എതിർക്കല്ലേ വേണ്ടത്. ഇവര് പറയുന്ന ഷിർക്കിനെ നമ്മൾ ന്യായീകരിച്ചാൽ, അംഗീകരിച്ചാൽ ആരാ മുശ്രിക്കാവുന്നത്? യാ ഇബാദല്ലാഹി അഗീസുനി, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, എന്റെ അള്ളാന്റെ അടിയാറുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞവൻ ആരാകും? റസൂലുള്ള പറഞ്ഞ പണി ചെയ്തവരൊക്കെ മുശ്രിക്കാണ്. അപ്പൊ അത് പഠിപ്പിച്ച റസൂലുള്ള ആരാ? ഏറ്റവും വലിയ മുശ്രിക്കാവണ്ടേ? ഇത് നമ്മൾ അംഗീകരിക്കണം എന്നാണ് E.T. മുഹമ്മദ് ബഷീറൊക്കെ ഇപ്പൊ പറയുന്നത്. എവിടെ എത്തി നമ്മുടെ ലോകാലോചന? ഈ രാഷ്ട്രീയക്കാര്, കുറെ തമ്മാടികൾ, വിവരമില്ലാന്ന് പോലും വിവരമില്ലാത്തവര് എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നിട്ടിട്ട് അങ്ങോട്ട് പറയാം, എത്താപ്പ അതുകൊണ്ട് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്ന ഓരോ വൃത്തികേടുകള്. മതത്തെ ലളിതവൽക്കരിക്കരുത്, മതത്തെ കടുപ്പം കൂട്ടണം എന്നാ മൂപ്പര് പറയണത്. റസൂലുള്ള പറയണതോ ഇന്ന ദീന യുസുറുൻ, ദീന് ലളിതമാണ് എന്നാ. E.T. മുഹമ്മദ് ബഷീർ പറയണതോ ദീനിനെ ലളിതമാക്കരുത്. ആ പ്രസംഗത്തിൽ അയാൾ പറയുന്ന വാക്കാണ് ദീനിനെ, മതത്തെ ലളിതവൽക്കരിക്കരുത് എന്ന് അയാൾ പറയുന്നത്. അപ്പൊ ഇതല്ലെങ്കിൽ പിന്നെ ആരാ ഇബ്ലീസ്? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ദീനിനെ വികൃതമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആളുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ എന്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി തന്നെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 13 നൂറ്റാണ്ടുകളിലെ പൂർവികരായ ഇമാമുകളും സ്വഹാബികളും താബികളൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളോട് റസൂലുള്ള ഏൽപ്പിച്ച എന്താ? യസ്സിറു, നിങ്ങൾ ദീനിനെ ലളിതമാക്കുക, ആളുകൾക്ക് എളുപ്പം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊടുക്കുക. ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും സിർക്ക്, അത് സിർക്ക്, ഇത് സിർക്ക്, മൗലൂദ് സിർക്ക്, റാത്തീബ് സിർക്ക്, മറ്റത് സിർക്ക്, അവിടേക്ക് തിരിഞ്ഞാലും സിർക്ക. ഈ ഷിർക്കല്ല ഇസ്ലാം. ഈ ഷിർക്ക് എന്താന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ഷിർക്കിന്റെ നിർവചനം പോലും ഇവര് പഠിച്ചിട്ടില്ല. ഷിർക്ക് എന്താന്ന് ഇവര് പറയുന്ന ഷിർക്ക് അള്ളാഹും റസൂലും പഠിപ്പിച്ച ഷിർക്കല്ല. ഇവരുടെ ഷിർക്ക് വേറെ. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അപ്പൊ റസൂലുള്ള പറഞ്ഞ യസ്സിറു, നിങ്ങൾ ദീനിനെ എളുപ്പമാക്കി കൊടുക്കുക, വലാ തുഅസ്സിറു, ഞെരുക്കമാക്കരുത്, ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. ആളുകളൊന്നും മേ എന്ന് വിളിക്കുമ്പോഴേക്ക് സിർക്കായി, ബദരീങ്ങളെ എന്ന് പറയുമ്പോഴേക്ക് സിർക്കായി, മമ്പ്രന്നങ്ങളെ എന്ന് പറയുമ്പോഴേക്ക് സിർക്കായി, യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് സിർക്കായി എന്ന് പറയത്തൊക്കെ റസൂലുള്ള പഠിപ്പിച്ചതാണ്. യാ അസ്സലാമു അലൈക യാ അയ്യുഹൻ നബിയ്യു, ഇല്ലേ നമ്മൾ പറഞ്ഞില്ലേ? ഇവര് വഹാബികൾ നിസ്കാരത്തിലെ പറയുന്നുണ്ടാവില്ല, പറഞ്ഞാൽ സിർക്ക് വരൂലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ഇവിടെ ഇരുന്നിട്ട് മദീന റൗദ ഷരീഫിൽ മറയടക്കപ്പെട്ട റസൂലുള്ളാനെ ഇവിടെ വിളിച്ചിട്ട് അയ്യുഹൻ നബിയ്യു അസ്സലാമു അലൈക, ഏ നബിയേ, അയ്യുഹൻ നബിയ്യു, നബിയായിട്ടുള്ളവരെ അള്ളാന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ തന്നെ സിർക്കാവൂലേ? നമ്മൾ മമ്പറന്നങ്ങളെ എന്ന് പറയുമ്പോഴേ സിർക്കാവുള്ളൂ. ഈ വിളിയൊക്കെ സിർക്കാണെങ്കിൽ അതൊക്കെ സിർക്കാ. ഇതിലത്തയ്യാത്തിൽ എന്ത് കാട്ടണമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. നഅൂദുബില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ലളിതവൽക്കരിക്കേണ്ട ഒന്നൊന്നുമല്ല, കടുപ്പം കൂട്ടേണ്ട ഒന്നല്ല. ദീൻ എന്ന് പറയുന്ന അള്ളാഹും റസൂലും വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെ ശിർക്കാകും, എന്തൊക്കെ ശിർക്കാകൂല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ്, അത് പഠിക്കുക, പഠിപ്പിക്കുക എന്നതാണ് സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അത് നമ്മൾ ഏറ്റെടുക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, മറ്റുള്ളവരിലേക്ക് അത് പ്രചരിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ